Hello. Introduction to Trigonometry, exercise 8.1, the fifth question. Given sec theta is equal to 13 by 12, calculate all other trigonometric ratios. Okay. Sec അറിയാം, ബാക്കി അഞ്ചെണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. Okay. Given sec theta is equal to 13 by 12 ആണ് തന്നിട്ടുണ്ട്. അഗെയിൻ റേഷ്യോ ആണ്. റേഷ്യോ എഴുതുമ്പോൾ നമ്മൾ കെ വെച്ചിട്ട് എഴുതണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒരു ഫിഗർ വരക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ലെറ്റ്സ് നെയിം ഇറ്റ് ആസ് എ ബി സി. ഓക്കെ, ഇവിടെ sec theta any of the acute angle നമുക്ക് theta. Let's call this angle A theta. Okay. ഇനി നമുക്ക് തന്നിട്ടുള്ളത് sec theta is equal to 13 by 12 തന്നിട്ടുള്ളത്. Let's see. sec theta ന സൈഡ്സിന്റെ റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ sec is adjacent by sec is hypotenuse by adjacent. Sec theta is hypotenuse by adjacent. ഏതിന്റെ റെസിപ്രോക്കൽ ആണ്? cos theta റെസിപ്രോക്കൽ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എ സി ആണ്. എ സി ബൈ എ ബി is equal to 13 by 12. 13 by 12 is ratio. Doesn't mean ഈ സൈഡ് 13 എന്നല്ല എൻ്റെ അർത്ഥം. ഇതൊരു പോസിറ്റീവ് നമ്പർ ഉണ്ട്, അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ ലെറ്റ്സ് ടേക്ക് ദാറ്റ് പോസിറ്റീവ് നമ്പർ ആസ് കെ. അപ്പം നമ്മൾ എ സി എങ്ങനെ എഴുതാം? എ സി ഇസ് ഈക്വൽ ടു 13K എന്ന് വിളിക്കാം. എ ബി ഇസ് ഈക്വൽ ടു 12K എന്നും വിളിക്കാം. Mark it in the figure. AC എന്തായി? 13K ആണ് AC. നമ്മൾ AB 12K1. ഓക്കെ, അതിന് നമ്മൾ പണി എന്താ? തേർഡ് സൈഡ് കണ്ടുപിടിക്കണം. തേർഡ് സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? തേർഡ് സൈഡ് കണ്ടുപിടിക്കാൻ നമ്മളടുത്ത് പൈത്തഗോറസ് തിയറം ഉണ്ട്. ഓക്കെ, പൈത്തഗോറസ് തിയറം എങ്ങനെ കണ്ടുപിടിക്കും? പൈത്തഗോറസ് തിയറം എന്താ പറയുന്നത്? ഇൻ ട്രയാങ്കിൾ എ ബി സി AC square is equal to AB square plus BC square. പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? BC square കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് BC square is equal to AC square സൈഡിലുണ്ട്, AB square മറ്റേ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ it becomes A minus AB square. ഓക്കെ, ഡയറക്റ്റ് വേണമെങ്കിൽ ആ ഫോമിൽ എഴുതാം. Okay, now substitution ചെയ്യുമ്പോൾ BC square അറിയില്ല, AC square 13K whole square ചെയ്താണ്. AB എന്ന് പറയുന്നത് 12K ആണ്, അതും സ്ക്വയർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 13ന്റെ സ്ക്വയർ ആണ്. 13ന്റെ സ്ക്വയർ എന്താണ്? 169 ആണ്. 13 into 13. Kനെയും നമ്മൾ സ്ക്വയർ. പിന്നെ 12 സ്ക്വയർ 144 ആണ്, അതും സ്ക്വയർ ചെയ്യും. ബോത്ത് ആർ ലൈക്ക് ടേംസ്. ഇനി അത് രണ്ടിനും സബ്ട്രാക്ട് ചെയ്യുക. 169 മൈനസ് 144 ചെയ്താൽ 25 കിട്ടാം. 25K സ്ക്വയർ. ഇനി ബി സി കണ്ടുപിടിക്കണം. ബി സി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? സ്ക്വയർ റൂട്ട് ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡിൽ മൊത്തം സാധനം. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്താണ്? 5 into 5 ആണ് 25. അപ്പോൾ 5 കിട്ടി. കെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ കെ മാത്രം കിട്ടി. നമുക്ക് എന്ത് കിട്ടി? ബി സിനെ കിട്ടി 5K. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? വി ഹാവ് ടു ഫൈൻഡ് ഓൾ അതർ റേഷ്യോസ്. ഓക്കെ, ഓക്കെ, ഓൾ അതർ റേഷ്യോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം സൈൻ എന്ന് തുടങ്ങാം. ഓക്കെ, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈനും കോസും ടാനും കണ്ടുപിടിച്ചാൽ മതി. ബാക്കിയെല്ലാം ഓരോന്നിൻ്റെ പേരിൻ്റെ റെസിപ്രോക്കൽ ആണല്ലോ. ഓക്കെ,
ഓക്കെ. സൈൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് എന്താണ്? ബി സി. തീറ്റന്റെ വിത്ത് റെസ്പെക്ട് ടു ഈ ആംഗിൾ നമ്മൾ നോക്കണ്ട. അതിന്റെ ഓപ്പോസിറ്റ് ആരെയുള്ള? ബി സി. ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? എ സി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5k by 13k. k cancel ചെയ്യാം. k by k is 1. So 5 by 13 എത്തി. സൈൻ ആയ. സൈൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിന്റെ പേരെന്താ? കോസ് കൊസീക്ക് ആണ്. കൊസീക്ക് എന്താണ്? കൊസീക്ക് സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കണമെന്നില്ല. സൈൻ അറിയാണ്ട് 1 by സൈൻ ആണ്. 1 by സൈൻ തീറ്റ ആണ്. 1 by സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 1 by 5 by 13. 1 by 1 into 1 divided by 5 by 13 ഏതാ? അപ്പം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്തായി? 1 into 13 by 15 that is equal to 13 by 15. മനസ്സിലാവാൻ വേണ്ടി എഴുതിയിരുന്നുള്ളൂ. ഡയറക്റ്റ് നമുക്ക് റെസിപ്രോക്കൽ ഒറ്റയടിക്ക് എഴുതാം. that is equal to 13 by 5. just the reciprocal of sin theta. അപ്പൊ സൈനും കൊസീക്കും ആഡായി. നമുക്ക് കോസ് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്താ? സീക്ക് റെസിപ്രോക്കൽ എടുത്തിട്ട് ഇതുപോലെ എഴുതാം. ലെറ്റ്സ് ഫൈൻഡ് കോസ് തീറ്റ. കോസ് തീറ്റ എന്താണ്? തീറ്റന്റെ അഡ്ജസന്റ് ആംഗിൾ. തീറ്റന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? ആംഗിൾ അല്ല, സൈഡ്. അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ് എ ബി ആണ്. ഹൈപ്പോട്ടന്യൂസ് എ സിയും. ഓക്കെ. അപ്പൊ എന്തായി? എ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ബി is 12k divided by 13k. k gets cancelled. 12 by 13. കോസിന്റെ പേര് ആരാണ്? കോസിന്റെ പേര് സീക്ക് ആണ്. സീക്ക് തീറ്റ. സീക്ക് തീറ്റ is 1 by cos തീറ്റ. എനിക്ക് റെസിപ്രോക്കൽ എടുത്തിട്ട് ഡയറക്റ്റ് ചെയ്താൽ 13 by 12. അപ്പൊ അത് രണ്ടും കിട്ടി. ആക്ച്വലി സീക്ക് തീറ്റ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾറെഡി ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ടാനും കോട്ടും ആണ്. ഓക്കെ. ലെറ്റ്സ് ഫൈൻഡ് ടാൻ ആൻഡ് കോട്ട് തീറ്റ. ഓക്കെ. അപ്പൊ ടാൻ തീറ്റ is equal to എന്താണ്? opposite by adjacent. Opposite by adjacent. What is opposite to theta? Angle the opposite BC ആണ്. Adjacent AB ആണ്. Okay. Okay. So BC എന്താണ്? BC എന്ന് പറയുന്നത് 5k. AB 12k. k കളയാം. അപ്പൊ 5 by 12 ആണ്. ഇനി കോട്ട് എന്താ? കോട്ട് തീറ്റ is 1 by tan. 1 by tan theta. 1 by tan theta എന്ന് പറയുമ്പോൾ reciprocal of what we found, tan theta. 12 by 5. Okay. So ബാക്കി 5 ആയി. These are the trigonometric ratios. Okay. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Thank you.